പ്രേക്ഷകരോട് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഓരോ ദിവസം ബിഗ് ബോസിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ ഒരു ദിവസം കാണുന്ന ആൾക്കാരല്ല പിറ്റേ ദിവസം. ബന്ധങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും. ഞാൻ ഷോയിൽ നിന്നുള്ള ഓരോ ദിവസവും എല്ലാവരും ഒട്ടും സത്യസന്ധമായിട്ട് തന്നെയാണ് ഞാൻ നിന്നിട്ടുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും എന്നോട് ക്ഷമിക്കണം. മനഃപൂർവ്വം അല്ല ഒന്നും. അവിടെ സംസാരിക്കുന്നതാണെങ്കിലും സംഭവിക്കുന്ന ഒന്നും മനഃപൂർവ്വം അല്ല. പക്ഷേ എനിക്കിനി കുറച്ച് നാളുകൂടി അതിനകത്ത് നിൽക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനത് ഇന്ന് രാവിലെ കൂടി എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞതുമാണ്. പക്ഷേ എന്തോ എനിക്ക് ഇതാണ് വിധിച്ചേക്കുന്നത്. എന്നാലും ഒത്തിരി സന്തോഷത്തോടു കൂടി എല്ലാവരെയും അനുഗ്രഹത്തോടു കൂടി ഞാൻ മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ ഇടയിൽ തന്നെ ഞാൻ ഉണ്ടാവും ഒരു നല്ലൊരു നടനായി. സന്തോഷം. താങ്ക് യു. നമുക്ക് വീട്ടിലേക്ക് ഒന്നുടപ്പാം. നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ അക്ബർ വളരെ സങ്കടത്തിലാണ്. നമുക്ക് എന്താണ് അക്ബറിനോട് ചോദിക്കാം. നമുക്ക് വീട്ടിലേക്ക് പോകാം. അക്ബറെ ഇരിക്കാം. ഇരുന്നോളൂ. അക്ബറെ എടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. മസ്താനി ഒന്ന് എണീറ്റ് നിൽക്കോ. മസ്താനി, അതായത് അപ്പാനി അവിടെ നിന്ന് പോയപ്പോൾ മസ്താനി നേരെ ഓടി വന്ന് ബിഗ് ബോസിനോട് വളരെയധികം നന്ദി പറഞ്ഞു. അത് എന്താണ് അങ്ങനെ പ്രത്യേക ഒരു പറയാൻ കാര്യം? അപ്പാനി പോയതിൻ്റെ സന്തോഷമാണോ? ഒരാൾ ആ വീട്ടിൽ സന്തോഷമാണ്. എനിക്ക് ഇതുവരെ ഉള്ളതെല്ലാം ഒരു ഗെയിം സ്പിരിറ്റിൽ തന്നെയാണ് എടുത്തത്. ഇതുവരെ എല്ലാവരുമായിട്ടുള്ള വഴക്കുകളും കാര്യങ്ങളും അതിനുശേഷം ഞാൻ മിണ്ടാറുമുണ്ട്. പക്ഷേ അപ്പാനി കഴിഞ്ഞ ദിവസം നൈറ്റ് ഒരു വെസലിൻ്റെ പേരിൽ ഒരു ഇഷ്യൂ ഉണ്ടായി. ലാൽ സർ അത് കണ്ടു കാണും. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ ഭാഗത്ത് നിന്നിട്ട് എന്നെ വളരെ വൃത്തികെട്ട ഒരു വേർഡ് പറഞ്ഞു. അതെനിക്കിവിടെ പറയാൻ പറ്റില്ല. അതിവിടെ ഇത്രയും ചീത്ത പറയുന്ന ആളുകളുടെ ഇടയിൽ പോലും ആരും പറയാത്ത അത്രയും മോശമായിട്ടുള്ളൊരു വേർഡായിരുന്നു. ഇത്രയും സിനിമകൾ അഭിനയിച്ച ഒരു നടൻ, ഇത്രയും നല്ല ക്യാരക്ടർ ചെയ്ത ഇദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ഞാനത് പ്രതീക്ഷിച്ചില്ല. അതെനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. ആ സമയത്ത് ഞാനത് റിയാക്ട് ചെയ്തില്ല. പലരും എന്നോട് വന്ന് പറഞ്ഞു, അപ്പാൻ ഈ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്, കേട്ടായിരുന്നോ, കണ്ടായിരുന്നോ, അറിഞ്ഞായിരുന്നോ എന്ന്. ഞാൻ റിയാക്ട് ചെയ്തില്ല. ഇൻ കേസ് അപ്പാനിയോട് നിങ്ങൾ സംസാരിച്ചത് എന്താ പറയണ്ടേ? അദ്ദേഹം സംസാരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ഭയങ്കര പേടിച്ചിരിക്കുമായിരുന്നു. പിന്നെ എനിക്ക് മുഖം തരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഓർത്തു ഈ പ്രാവശ്യം പോയില്ലായിരുന്നെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീക്ക് നോമിനേഷനിലെങ്കിലും അത് പറയാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. എനിക്ക് അതിനുശേഷം അദ്ദേഹത്തിനോട് സംസാരിക്കാൻ തോന്നിയില്ല ലാലേട്ടാ. അതുകൊണ്ടാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞത്, നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ വളരെ സൂക്ഷിച്ച് തന്നെ ഉപയോഗിക്കണം എല്ലാവരും. കാര്യം ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാകുമ്പോൾ ഒരാൾ പോയപ്പോൾ ഏറ്റവും വലിയ സന്തോഷമായിട്ട് ഞാൻ കണ്ടു. കാര്യം അയാൾ ഉപയോഗിച്ച ഭാഷയാണ് അതിൽ ഏറ്റവും വലിയ ആ ഒരു റീസൺ മാത്രമേ ഉള്ളൂ. വേറെ എനിക്കൊരു പ്രശ്നമില്ല.